അപ്പോൾ 3 BHK ഫോർമാറ്റിലുള്ള ഒരു വീടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു നിങ്ങൾ ഈ കാണുന്നത് പോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചെങ്കല്ല്, അതുപോലെ തന്നെ നമ്മളെ കരിങ്കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു പണി എലിവേഷനിൽ വേണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാത്ത ആളുകളൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റൂഫിലുള്ള ഓപ്പണിംഗ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇവിടെ ലൈറ്റൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പണിങ്സ് ഒക്കെ നമ്മൾ സീലിംഗിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഈ പരുവത്തിലാക്കിയെടുക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ടീം നമ്മൾ കൂടെ ഉണ്ട്. റിഷാദ്, സഫാൻ, സൂരജ്, தேங்க்யூ ஸோ மச். ஏன்னா இந்த மாதிரி ஒரு ப்ராஜெக்ட் ஃபஸ்ட் ப்ராஜெக்ட் இவ்வளோ ஒரு டஃப் சிச்சுவேஷன், அங்கேருந்து கேரளாலேருந்து மெட்டீரியல்ஸ் வரணும், ஒர்க்கர்ஸ் வரணும், 2 பேரும் கோஆர்டினேட் பண்ணணும். എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മൾ പ്രൊജക്റ്റുകൾ അങ്ങ് ഫിനിഷായി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ടായിരുന്നു വലിയൊരു ഡിലേ നമുക്ക് ഈ ഒരു ഹോം ടൂർ ചെയ്യുന്നതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലുള്ള അത്തിബല്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അത്തിബല്ലയിലെ ഒരു 2800 സ്ക്വയർ ഫീറ്റ് ഒരു 3 ബെഡ്റൂം റെസിഡൻസ്. അപ്പോൾ അതിന് അത്യാവശ്യം നമ്മൾ തെറ്റില്ലാത്ത രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കംപ്ലീറ്റ് വീഡിയോയിൽ ആ വീടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആർക്കിടെക്ചറും ആറ്റിക്കലായിട്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ അത്തിബല്ലയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യമേ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് 2400 അല്ലെങ്കിൽ 2400 സ്ക്വയർ ഫീറ്റ് ആണ് പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത്. ഒരു 5 സെൻറ്റിന് മുകളിലൊക്കെ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു 3 ബെഡ്റൂം റെസിഡൻസ് ആണ്, 3 BHK റെസിഡൻസ് ആണ്. നമ്മളെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഹൗസ് വൈഫാണ്, ഒരു മോളുമാണ് ഉള്ളത്. അങ്ങനെ 3 മെമ്പർ ഫാമിലിയാണ്. അപ്പോൾ 3 BHK ഫോർമാറ്റിലുള്ള ഒരു വീടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു നിങ്ങൾ ഈ കാണുന്നത് പോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചെങ്കല്ല്, അതുപോലെ തന്നെ നമ്മളെ കരിങ്കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു പണി എലിവേഷനിൽ വേണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീക്ക് വുഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്ലയൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ട് വാൾ അടക്കം നമ്മൾ ഇത്തരത്തിലുള്ള ലാട്രീറ്റ് എക്സ്പോസ് ചെയ്തിട്ട് നമ്മൾ കണ്ണൂരിൽ നിന്നാണ് ഈ ചെങ്കലൊക്കെ നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. ഇതിന് ടോപ്പിൽ നമ്മളിത് പുട്ടി പെയിൻറ്റഡ് ഫിനിഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ജോയിനറൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടീക്ക് വുഡ് ആൻഡ് കുറച്ച് ഫിക്സഡ് ഗ്ലാസും ഗ്രില്ലും ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. എഗെയിൻ നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം പോർഷൻസിൽ പുട്ടി ഫിനിഷ്ഡ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ HPL ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു ഗേറ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഭംഗിയായിട്ട് ഒരു കാറും 2 വീലേഴ്സൊക്കെ വെക്കാനുള്ള ഒരു സ്പേസിംഗ് ആണ് നമ്മുടെ കാർ പാർക്കിംഗ് പൊസിഷനിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സില്ലേരിയ പോർഷൻ വരെ നമ്മൾ ആ ഒരു കരിങ്കല്ല് വെച്ചിട്ടുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പണികൾ ചെയ്തിട്ടുണ്ട്. ഈ സെയിം സാധനങ്ങൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് ഒരു ചെറിയ ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ഒരു എലമെൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്പേസ് വരുന്നത്. നമ്മുടെ കാർ പോർച്ച്
ആൻഡ് സിറ്റ് ഔട്ട് കണക്റ്റഡ് ആയിട്ട് ഈ സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ ഈ കാർ പോർച്ചിൽ നമ്മൾ എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മുടെ കോമ്പൗണ്ട് വാളിലേക്ക് നമ്മൾ ഇത്തരത്തിലൊരു ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ജാലീസൊക്കെ ഇട്ട്, കാരണം നമുക്ക് ഡയറക്റ്റ് വെയിൽ വന്ന് വീഴുന്നത് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ക്രീപ്പിംഗ് കാര്യങ്ങളൊക്കെ കയറാനായിട്ടുള്ളതാണ്. നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർ പോർച്ചിൻ്റെ ഫ്ലോർ പോർച്ച് ടൈൽസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഫോർമാറ്റിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ, അതുപോലെ തന്നെ ലാറ്ററൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഒരു ജോയിനറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വുഡൻ ഡീറ്റെയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റ് ആണ് നമ്മുടെ ഈ സ്റ്റെപ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു വിട്രിഫൈഡ് ടൈലാണ് നമ്മൾ ഇവിടുത്തെ ഫ്ലോറിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ ഗ്രാനൈറ്റിൽ തന്നെയാണ്, ഒരു ലെപ്പാത്രോ ഫിനിഷുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് എൻ്റർ ആവുകയാണ്. അപ്പോൾ ഈ ഒരു എൻട്രി കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്തൊരു കൺസേൺ വലിയ ഓപ്പണിംഗ് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൽ ചെയ്തിട്ടുള്ള ഒരു ഡോർ ആൻഡ് ഫ്രെയിം നമുക്ക് കാണാം. ഈ ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 170 സെൻറ്റിമീറ്റർ വൈഡും അതുപോലെ തന്നെ 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ ഈ കാണുന്ന പ്രൊജക്റ്റ് ഈ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ടീം കോർഡിനേറ്റ്, കാരണം നമ്മൾ ബാംഗ്ലൂരാണ് പ്രൊജക്റ്റ് എന്നുള്ളതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം നമുക്ക് കൺസ്ട്രക്ഷൻ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വേണം. അപ്പോൾ നമ്മൾ ടെൻഡർ കോർഡിനേറ്റ് ടീമാണ് നമുക്ക് ഈ സപ്പോർട്ടെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവരും കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഈ പരുവത്തിലാക്കിയെടുക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടെൻഡർ കോർഡിനേറ്റ് ടീം നമ്മൾ കൂടെ ഉണ്ട്. റിഷാദ്, സഫാൻ, സൂരജ്. സഫനെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? കാരണം നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റാണ് ചെയ്യണത്. അതിനെ എങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്തു എന്നുള്ളത് ഫാസ്റ്റായിട്ട് നമ്മളെ വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയതിൻ്റെ ചലഞ്ചസ് തന്നെയായിരുന്നു മുന്നേ ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അത് റണ്ണിങ്ങിൽ ഞങ്ങളത് ക്ലിയർ ചെയ്തുകൊണ്ടായിരുന്നു. ഇനീഷ്യലി ക്ലൈൻറ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ലാറ്ററേറ്റ് കാണുന്നുണ്ടായിരുന്നു. എക്സ്പോസ്ഡ് ലാറ്ററേറ്റ് ഏറ്റവും നല്ലത് കിട്ടുന്നത് കണ്ണൂരാണ്. ഈ കണ്ണൂരിലെ ലാറ്ററേറ്റ് ഇവിടെ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളാണ് ഇനീഷ്യലി ഉണ്ടായത്. പക്ഷേ അത് റണ്ണിങ്ങിൽ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങൾ അതുപോലെ നടന്നു. അതുപോലെ തന്നെ നമ്മൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ക്സ് പറഞ്ഞാൽ തീരാത്ത അത്രയും ആളുകളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സ്ട്രക്ചറൽ വർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് പ്രതിഭട്ടനായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ ശശിയേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ഹോൾ ടീമിന് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. നമ്മുടെ മെയിൻ ഡോർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ പോർഷനും ഒരു സ്മോൾ പോർഷനുമായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എൻ്റർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി ഒരു ഓപ്പൺ പ്ലാനിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എൻട്രൻസിൽ ഇത്തരത്തിലൊരു എൽ ഷേപ്പിലൊരു ലോബി സ്പേസ് വരുന്നുണ്ട്. അവിടെ നമ്മുടെ സ്റ്റെയർ കേസ് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഫർദർ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് കാണാം. അത് നമ്മൾ ലെവൽ ഡിഫറൻസ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഫുൾ സൈസിൽ നമുക്ക് വിൻഡോസൊക്കെ അതുപോലെ തന്നെ സ്കൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അതുപോലെ അതിന് നേരെ ഓവർലുക്കിംഗ് ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഹാങ്ങിങ് ചെയറൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വുഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് വിട്രിഫൈഡ് ടൈലാണ്, ഒരു സെമി മാറ്റ് ഫിനിഷിലുള്ള വിട്രിഫൈഡ് ടൈലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു എൻട്രൻസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പൂജാ സ്പേസ്, ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലൈവുഡ്, PVC ബോർഡ്, അതുപോലെ തന്നെ ഒരു ലാമിനേറ്റ് ഫിനിഷിനൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധിക സമയം വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുന്ന പർപ്പസിലാണെങ്കിൽ ഇത്തരത്തിൽ ഒരു ഫോൾഡിങ് ടേബിളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ച് അൺഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ നമുക്ക് അൺഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇവിടെയും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അഡീഷണൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത് നേരെ നമ്മുടെ കോൺക്രീറ്റിനകത്ത് പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കുക ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫേസ് മൗണ്ട് ആയിട്ടുള്ള COB ലൈറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ന്യൂട്രൽ വൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ ലൈറ്റിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെയർ കേസ് ഇവിടെ വരുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്റ്റീൽ ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ്
എൻഡയർ സ്റ്റെയർ കേസ് നമ്മൾ ചെയ്തിട്ടുള്ളത് മഹാഗണിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സെക്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ ട്യൂബ്സും GI ട്യൂബ്സും അതുപോലെ തന്നെ MS റോഡ്സും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു RR വാൾ ത്രൂ ഔട്ട് നമ്മുടെ മെയിൻ സ്ലാബ് വരെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂട്ടിലിറ്റി ഒരു സ്റ്റോറേജ് ബോക്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോയിട്ടുള്ളത്. ബാക്കിയുള്ള സ്പേസ് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതും പ്ലൈവുഡ് അതുപോലെ തന്നെ PVC ബോർഡ് ലാമിനേറ്റ് ഫിനിഷിൽ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അടിയിലേക്ക് വരുമ്പോഴേക്കും നമ്മളൊരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു മൾട്ടി യൂട്ടിലിറ്റി ടേബിൾ അയണിങ്ങും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റീഡിംഗ് സ്പേസ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ഇത്തരത്തിൽ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഉള്ളൊരു വിൻഡോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈറ്റ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കേട്ടനൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സ്പേസിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ബെഡ്റൂംസിലേക്കും ഒക്കെ ഉള്ള ഒരു എൻട്രി വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോറ് നമ്മൾ ഒരു ഗ്ലാസ് ആൻഡ് വുഡ് കോമ്പിനേഷനിലൊക്കെയാണ് ടീക്ക് വുഡൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിൻ മാസ്റ്റർ റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇത്തരത്തിലുള്ള ഗ്ലാസ് ഷട്ടറാണ് നമ്മൾ ഡോറിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഈ കേർട്ടൻ അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഈ റൂമിന് പ്രൈവസി കിട്ടുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഈ റൂമിൻ്റെ സൈസസ് ഡയമെൻഷൻസ് പറഞ്ഞുതരാം. ഈ റൂമിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 360 സെൻറ്റിമീറ്റർ ബൈ 395 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഈ റൂമിൻ്റെ ഒരു എൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോറിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വിട്രിഫൈഡ് ടൈലാണ്. ഒരു ഗ്രേ ഷെയ്ഡിലുള്ള വുഡൻ ഷെയ്ഡിലൊക്കെ ഉള്ള ഒരു ടൈല് നമ്മൾ പ്ലാങ്ക് സൈസിലുള്ള ടൈലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൊത്തം ഫർണിഷിങ്ങിന് വേണ്ടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് ആൻഡ് ലാമിനേഷനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഹെഡ് ബോർഡിലേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾസ്ട്രി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓപ്പണിങ്ങിനൊക്കെ ചുറ്റും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പാനലിംഗ് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡ് ലാമിനേഷൻ നമ്മൾ അതിന് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ള കേർട്ടൻസ് എന്ന് പറയുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലാമിനേറ്റ് ഫിനിഷ് പ്ലൈവുഡും അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയൽ വുഡും നമ്മൾ കൈയൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, കയ്യിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തിനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ യൂസ്. അതിനെല്ലാം നമ്മൾ ഈ പറഞ്ഞ ടേക്ക് വുഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ബെഡ് നോക്കിക്കഴിഞ്ഞാൽ ബെഡ് നമ്മൾ ഈസ്റ്റിലേക്ക് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ക്യൂൺ സൈസാണ്. 150 by 195 ആണ് ബെഡിൻ്റെ ഒരു സൈസൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റൂമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ബേ വിൻഡോ തന്നെയാണ്. ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബേ വിൻഡോ തന്നെ വേണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഒരു ബേ വിൻഡോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റോറേജസ് ഡ്രോയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളർ തീം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബീച്ച് ആൻഡ് ഒരു ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ ഹെഡ് ബോർഡൊക്കെ കണ്ടിട്ടായിരുന്നു. നമ്മൾ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ജോയിനറീസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ്. ഇത്തരത്തിലുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോർഷനും അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഷട്ടേഴ്സും സെൻറ്ററിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോർഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ പോർഷൻസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ റൂമിൻ്റെ സൈഡിലേക്ക് വന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡ്രസ്സിംഗ് സ്പേസ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫുൾ സൈസിൽ നമ്മൾ വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻറ്റയർ ലെങ്ത്തിൽ നമ്മൾ ഫുൾ റൂം ഹൈറ്റിൽ ഒരു ലോഫ്റ്റ് സ്റ്റോറേജ് കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ തീമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രേ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബീച്ച് ഷെയ്ഡൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ്രോബിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലൈവുഡും അതുപോലെ തന്നെ PVC ബോർഡ് യൂസ് ചെയ്തിട്ട് ഫിനിഷിംഗ് നമ്മൾ ഇത്തരത്തിലുള്ള ലാമിനേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബട്ടൺ ഹാൻഡിൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിലേക്കുള്ള ഡോറ് നമ്മളൊരു ഗ്ലാസ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഗ്ലാസിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ജോയിനറി കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാർഡ്രോബ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 120 സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ ഒരു വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്.
ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രസ്സിംഗ് ഒരു മിറർ സ്പേസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പാനലിംഗ് കൊടുത്തിട്ട് നമ്മളൊരു 180 ഹൈറ്റിൽ നമ്മൾ ഇത്തരത്തിലുള്ള മിററൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളും കൂടെ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ജിപ്സം സീലിംഗ് അല്ലെങ്കിൽ ഫാൾ സീലിംഗും അല്ല, നമ്മൾ കോൺക്രീറ്റിൽ നേരെ പുട്ടിയിട്ട് പെയിന്റ് അടിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ COB ലൈറ്റ്സ്, സീലിംഗിലുള്ള സർഫേസ് COB ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ എലിവേഷനൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലയൻറ്റിൻ്റെ ഒരു മെയിൻ കൺസേൺ ആയിരുന്നു നാച്ചുറൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു സിൽ ഹൈറ്റിൽ വരെ നമ്മൾ ഈ ചെയ്തിട്ടുള്ള നമ്മൾ RR മേസണറി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽ ആക്കി മാറ്റി അതിന് ഭംഗിയായിട്ട് ചെയ്തിട്ട് അതിനൊരു പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു എലമെൻറ്റ് നമ്മൾ പല റൂംസിലും ഇൻറ്റീരിയറിലെല്ലാം നിങ്ങൾക്ക് ഞാൻ അടുത്ത കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞു നമുക്ക് ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്റ്റെയർ കേസ് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്, നമുക്കതൊക്കെ കാണാം. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ലിവിങ് സ്പേസ് ആക്ച്വലി നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ലെവൽ ഡൗൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഡൈനിങ് സ്പേസും കിച്ചണൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു സെക്കൻഡ് ഒരു റൂമും കൂടെ ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു ലിവിങ് റൂമിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലിവിങ് സ്പേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത്ര ഒരു ഡിപ്പാണ് ചെയ്തിട്ടുള്ളത്. ആ ഡിപ്പിനെ നമ്മൾ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഒരു ടൈൽസ് നമ്മൾ എഡ്ജിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു ഡിപ്പ് മിസ് ഔട്ട് ചെയ്ത് പോകും. ഇവിടെ ഒന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പണിങ്സ് ഒക്കെ നമ്മൾ സീലിംഗിൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നാച്ചുറൽ ലൈറ്റ് നമുക്ക് മാക്സിമം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ആക്ച്വലി നമ്മൾ വൈകിട്ട് ഒരു 5:30-6 മണി സമയമായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ആ ഒരു നാച്ചുറൽ ലൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു സീറ്റിംഗ് നമ്മൾ ഇത്തരത്തിലുള്ള ഫോമാറ്റിലുള്ള ഒരു സീറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഒരു അപ്പോൾസ്ട്രി കളേഴ്സ് ഒരു ഗ്രേ ആൻഡ് ഗ്രീൻ ഒക്കെ ഫിനിഷിലൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് വുഡിൽ ഇത്തരത്തിലുള്ള ഒരു ടീ ടേബിളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നാനോ വൈറ്റ് ആണ് അതിൻ്റെ ഒരു ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വിട്രിഫൈഡ് ആയിട്ടുള്ള ടൈൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇത്തരത്തിലൊരു ലൈറ്റിംഗ് ഫിക്സ്ചറൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. അതുപോലെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലീനിയർ ആയിട്ടുള്ള വിൻഡോ. ഇത് ആക്ച്വലി ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഒരു 5 സെൻറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ മാക്സിമം വലിയ ഓപ്പണിംഗ് കൊടുത്തതാണ്. അടുത്തൊരു ബിൽഡിംഗ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു മിനിമം ലൈറ്റ് മാക്സിമം കൊണ്ട് എത്തുക. അതിന് പുറമെ നമുക്ക് മുകളിൽ നിന്നും ലൈറ്റ് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ TV യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് പ്ലൈവുഡ് PVC ബോർഡ് ലാമിനേറ്റ് ഫിനിഷ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത്. കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ TV ഇരിക്കുന്ന ഒരു പോർഷൻ മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള ലൂവേഡ് ആയിട്ട് ഒരു ഫോമാറ്റിൽ നമ്മൾ ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോൾ സീലിംഗ് ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ ട്രാക്ക് ലൈറ്റ്സ് ആണ് നമുക്കൊരു ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഒരു റൂം കൂടെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ കിഡ്സ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യം, നമ്മുടെ ഈ റൂം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷട്ടർ, ഡോറിൻ്റെ ഷട്ടർ നമ്മൾ ഗ്ലാസ്സിന് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് കേട്ടൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 100% പ്രൈവസി ആയി. നമുക്ക് ഈ റൂമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഹൈലൈറ്റ്സ് ഉള്ളത്. ഒന്ന് നമുക്ക് ഈ കാണുന്ന ഒരു മെസനൈൻ ഫ്ലോറാണ്. ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാലാണ് നമ്മുടെ മെസനൈൻ ഫ്ലോറിലേക്ക് എത്തുക. കാരണം ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റിന് ഒരു മോളാണ്.
അപ്പം അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാനും അവർക്ക് പഠിക്കാനും അത്യാവശ്യം ഒരു 2 ഫ്രണ്ട്സൊക്കെ വന്ന് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ റൂമിൽ തന്നെ കിട്ടണം എന്നുള്ള രീതിയിലാണ് മെസനൈൻ ഫ്ലോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി സ്പേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം നാച്ചുറലായിട്ട് കിട്ടണം എന്നുള്ള ഒരു കൺസേണിൽ നമ്മളിവിടെ ഇത്തരത്തിലുള്ള ഒരു കോർണർ വിൻഡോയും നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീലിംഗിൽ ഇത്തരത്തിലുള്ള ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഭംഗിയായിട്ട് നമുക്കൊരു നാച്ചുറലായിട്ട് ഈ രീതിയിലേക്ക് ഇവിടെ കിട്ടും. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ റൂമിൻ്റെ ഡയമെൻഷൻസ് ആദ്യം പറഞ്ഞുതരാം. നമുക്ക് 360x345 ഒക്കെയാണ് ഈ റൂമിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട റൂമിൽ ഉള്ള സെയിം ഫോർമാറ്റിൽ തന്നെയാണ് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സില്ല് വരെയുള്ള ഈ ഒരു RR മേസണറി ഒക്കെ നമ്മളൊരു ഇൻറ്റീരിയർ എലമെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഹെഡ് ബോട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾസ്ട്രി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ക്യൂൻ സൈസാണ് ബെഡ് ചെയ്തിട്ടുള്ളത്. 1 സൈഡറായിട്ടാണ് നമ്മൾ സൈഡ്, കാരണം ഇതൊക്കെ നമ്മൾ കൂട്ടുന്ന സമയത്ത് ചിലപ്പോൾ റൂമിൻ്റെ സൈസസും വലുത് ഏരിയ ഒത്തിരി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ഒരു സെയിം ഫോർമാറ്റിൽ നടത്തി വെച്ചുള്ളത്. അതുപോലെ തന്നെ ഒന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അടുത്ത പോർഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത വീടൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഈ പോർഷനിൽ നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോർണർ വിൻഡോ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലൈവുഡ് അല്ലെങ്കിൽ PVC ബോർഡൊക്കെ വെച്ച് അതിന് ലാമിനേഷൻ ഫിനിഷൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള സ്റ്റഡി സ്പേസ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ലെങ്ത് ആൻഡ് വിഡ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 180 സെൻറ്റിമീറ്റർ ബൈ 240 സെൻറ്റിമീറ്ററാണ് ഈ ഒരു സ്റ്റഡി സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു L ഷേപ്ഡ് ആയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റോറേജ് അതുപോലെ കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. കാരണം മാക്സിമം സ്റ്റോറേജ് സ്പേസ് വേണമെന്നുള്ളത് ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു. അപ്പോൾ ഒരു ഓവർ ഹെഡ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജസും അതുപോലെ തന്നെ ഇതിന് താഴെയായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജസും നമ്മൾ കൊടുത്തു. ഈ L ഷേപ്പിൽ താഴത്തെ ഭാഗം ഫുള്ള് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടൊക്കെ കൊടുത്തു. ആ ഒരു പോർഷനിൽ മാത്രം ഓപ്പൺ ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തു. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെച്ച് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് നമ്മൾ ഇങ്ങനെയും കൊടുത്തു. ആ സ്റ്റഡി ഏരിയയിലേക്കും ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റൂമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയായിട്ട് ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീക്ക് വുഡിൽ തന്നെയാണ് ആ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊരു വാർഡ്രോബും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാക്ക് ഇൻ ക്ലോസറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്പേസൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നല്ലോ. നമുക്ക് ഇവിടെ ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ തട്ടുകളൊക്കെയാണ് നമ്മൾ ഡ്രസ്സ് സ്റ്റോറൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു മിററും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ബാംഗിൾസും പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ ഇവിടുത്തെ ഒരു കാര്യങ്ങളുള്ളത്. നമുക്ക് വീണ്ടും നമ്മുടെ റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വരാം. നമുക്ക് സ്റ്റെയറിലേക്ക് കയറുന്ന ഈ പോർഷനിലൊക്കെ ആയിട്ട് നമ്മളിവിടെയൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റോറേജസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലയൻറ്റ് തന്നെ എല്ലാ സ്റ്റോറേജും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡ്രോയറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഷെൽഫും നമ്മൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സ്റ്റീൽ ആൻഡ് വുഡിൻ്റെ കോമ്പിനേഷനിലാണ് നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെസനൈൻ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ കുറച്ചൊരു പോർഷൻ നമ്മളവിടെ GI പൈപ്പ്സ് വെച്ചിട്ട് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് സിമെൻറ്റ് ബോർഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ ടോയ്ലറ്റിൻ്റെ ടോപ്പ് ഭാഗം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെസനൈൻ ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡയമെൻഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 360x330 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇവിടുത്തെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ബെഡും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട്സൊക്കെ മോളുടെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റിംഗ് ഏരിയ ആയിട്ടും കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്കൊരു സ്റ്റഡിയും അവരുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റൂഫിലുള്ള ഓപ്പണിംഗ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇവിടെ ലൈറ്റൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു നമ്മൾ ഈ ഒരു റൂം ആക്ച്വലി ഒരു ഡബിൾ ഹൈറ്റ് പോലെ ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഈ റൂമിന് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ മാക്സിമം സ്റ്റോറേജസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സീറ്റിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നമ്മൾ ഡ്രോയേഴ്സൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡ് PVC ബോർഡ് ലാമിനേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടിലൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. ആ ബാൽക്കണി ഏരിയയിലേക്ക് ഓവർലുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലീനിയർ വിൻഡോ ഒക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കിഡ്സ് ബെഡ്റൂമിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. നമ്മൾ കിഡ്സ് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഒരു കിച്ചണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ ലോബി സ്പേസ് നിന്ന് നമുക്ക് നേരെ നമ്മുടെ ആ ഒരു വർക്ക് ഏരിയ പോർഷനിലേക്ക് കാണാതിരിക്കാൻ ഒന്ന് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെർട്ടിക്കൽ എലമെൻറ്റ്സ് ആണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത്. ഇതും അഗെയിൻ നമ്മൾ പ്ലൈവുഡ് ആൻഡ് ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറത്താണ് നമ്മുടെ ഡൈനിങ്ങും അതുപോലെ കിച്ചൺ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്ന് നോക്കാം.
നമ്മൾ ഡൈനിങ് ടേബിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു 4 സീറ്റർ അല്ലെങ്കിൽ 5 സീറ്റർ ഫോർമാറ്റിലൊക്കെയാണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ചെയർ കാണാം. നമുക്കൊരു ചെയർ വേണമെങ്കിൽ അഡീഷണൽ ഇവിടെയും നമുക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് ഇവിടെ നമ്മളൊരു ബെഞ്ചുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു മെറ്റീരിയൽ ചൂസിങ് ഒക്കെ ചെയ്തപ്പോഴേക്കും നമ്മൾ കിച്ചണിലേക്കൊക്കെ വരുമ്പോഴേക്കും വേറൊരു തീമിലാണ് നമ്മൾ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാമിനേറ്റിൻ്റെ ഷെയ്ഡൊക്കെ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ഇതിൻ്റെ ടോപ്പിലേക്ക് വന്നപ്പോഴേക്കും നമ്മളൊരു വൈറ്റ് ഷെയ്ഡിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇരിക്കുന്ന ബെഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതും നമ്മൾ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആദ്യമേ സ്റ്റോറേജ് ഒരു മെയിൻ എലമെന്റ് ആയിരുന്നു. അപ്പോൾ മാക്സിമം അതിലൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ലോണ്ടറി സ്പേസ്, ഒരു ഫ്രണ്ട് ലോഡഡ് വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. കൗണ്ടർ ടോപ്പ് മുഴുവൻ നമ്മൾ നാനോ വൈറ്റ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ കാണാം. വാഷ് ബേസിൻ നമ്മളിപ്പോൾ ഈ ഒരു കിച്ചണിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആ സെയിം അക്രലിക് ലാമിനേറ്റ്സ് തന്നെയാണ് നമ്മളിവിടെ ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ നമ്മൾ നാനോ വൈറ്റ് ചെയ്തു. നമ്മൾ ഇത്തരത്തിലുള്ള കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനൊക്കെ ചെയ്തു. നമ്മൾ മിററും ഇവിടെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേരെ എക്സിറ്റാണ്, നമ്മൾ റിയർ സൈഡിലുള്ള എക്സിറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ജോയിനറി എല്ലാം നമ്മൾ ടീ കൂട്ടി തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മൊത്തം ഇതിനെ മാച്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്ലേസിംഗ് ഒക്കെ കൊടുത്തിട്ട് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് ഡീറ്റെയിൽസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സേഫ്റ്റി ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു വീട്ടിലൊരൊറ്റ കിച്ചണുള്ളത്. അപ്പോൾ ആ കിച്ചൻ്റെ മൊത്തം ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമ്മുടെ ഒരു കിച്ചൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽസ് ക്ലയൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഇവിടുത്തെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ കിച്ചൻ്റെ ഒരു തീം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു തീം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒറ്റ കിച്ചൺ ഉള്ളൂ എന്നുള്ളത് കാരണം തന്നെ നമ്മൾ മാക്സിമം സ്റ്റോറേജസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വിൻഡോസ് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു മാക്സിമം നാച്ചുറൽ ലൈറ്റിംഗ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിൻഡോസ് ഒക്കെ ചെയ്തത്. ഈ കേർട്ടനൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഈ വർക്ക് സ്പേസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒത്തിരി കേർട്ടൻസ് വരുന്നുണ്ട്. സോ ഈ കേർട്ടൻസ് ഒക്കെ അങ്ങ് ഓപ്പൺ ആക്കുമ്പോഴേക്കും നമുക്ക് മാക്സിമം ലൈറ്റ് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ സ്റ്റോറേജിനെല്ലാം ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങും നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റോറേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം അതായത് ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ധാരണയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സീറ്റിംഗ് കം സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സീറ്റിംഗ് കം സ്റ്റോറേജ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത്. ഫർദറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഐലൻഡ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഐലൻഡ് കൗണ്ടറിലും നമ്മൾ 2 ഡ്രോവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റോറേജ് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ വർക്ക് ട്രയാങ്കിൾ എന്നോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിന് കുറേ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ കൺസീൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റവ് ഒന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കുന്ന ഒരു ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 അടിയൊക്കെ സൈസിലുള്ള ഒരു സിങ്കാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു അഡീഷണൽ എക്സ്റ്റെൻഡഡ് വർക്ക് സ്പേസ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ഫോൾഡ് ആൻഡ് അൺഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ടറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സിങ്കിൻ്റെ താഴെയായിട്ട് നമുക്ക് നോർമൽ കൺവെൻഷണൽ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ബർണർ സ്റ്റവ് നമുക്ക് ഇരിക്കുന്നുണ്ട്. അതിന് താഴെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ഡ്രോവർ, അതിനകത്തുള്ള സ്റ്റോറേജസ് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ആക്സറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് വീണ്ടും നമുക്കൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലായിട്ട് നമ്മൾ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാത്ത ആളുകളൊക്കെ ആകുമ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഉള്ളിലേക്ക് റിമൂവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനി ഈ നമ്മുടെ ഈ ഒരു കൗണ്ടർ കഴിഞ്ഞ് ഇങ്ങോട്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കൗണ്ടർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സിങ്കും അതുപോലെ നമ്മുടെ വർക്ക് സ്പേസും നമ്മൾ എന്തെങ്കിലും കട്ടിങ്ങോ ചോപ്പിങ്ങോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഭംഗിയായിട്ട് ഒരു യൂട്ടിലൈസേഷൻ ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെർട്ടിക്കൽ പാൻട്രി യൂണിറ്റ് ഉണ്ട്. ഇത് ഫുൾ ഹൈറ്റ് നമുക്ക് പോകുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ആക്സറി ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് സ്റ്റോറേജ് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സീറ്റിംഗ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റിങ്ങിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ നാനോ വൈറ്റ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പർപ്പസ് നമുക്ക് അവിടെയും ഇവിടെയൊക്കെ സീറ്റിംഗ് ഉണ്ട്. ഇവിടുത്തെ ഒരു എൻ്റയർ ഫാമിലിനെ നമുക്ക് ഈ ഒരു സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള കൗണ്ടർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഈ കാണുന്ന സ്റ്റോറേജിൻ്റെ ഉള്ളിൽ നമ്മുടെ മിക്സി, ഗ്രൈൻഡർ, ജ്യൂസർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് അത് പുറത്തേക്ക് എടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വെക്കാം. റെഡിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഓവർ ഹെഡ് ആയിട്ട് നമുക്ക് ഇത്ര സ്റ്റോറേജ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒറ്റ കിച്ചൺ ഉള്ളൂ എന്നുള്ളത് കാരണം
കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോറേജ് കൊടുത്തു. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ റെഫ്രിജറേറ്റർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാര്യങ്ങൾ നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട നമ്മുടെ കിച്ചൺ എന്ന് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ലിവിങ് സ്പേസ്, നമ്മുടെ ഒരു ലോബി സ്പേസ്, അതുപോലെ തന്നെ നമുക്ക് നേരെ നമ്മുടെ സ്റ്റെയർ കേസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് സ്റ്റെയർ കേസിലും നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ലിവിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ നല്ല രസമുള്ള ഒരു കുറച്ച് ഹൈറ്റിൽ നമുക്ക് ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെയറിൻ്റെ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റിംഗ് വാളൊക്കെ ഈ രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ലിവിങ്ങിൻ്റെ ഒക്കെ നല്ലൊരു ഓവർവ്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ കറങ്ങി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആക്സസിബിൾ ആയിട്ടുള്ള ഹൈറ്റിൽ വിൻഡോസ് അത് ഓപ്പണബിൾ ഫോർമാറ്റിലൊക്കെ ചെയ്തു. ഒരു പോർഷൻ നമ്മൾ ഫിക്സഡൊക്കെ ആയിട്ട് ചെയ്തു. നമുക്ക് കർട്ടൻ പ്രൈവസി ഫാക്ടർ, കാരണം അടുത്തൊരു വീട് വന്നു കഴിഞ്ഞാൽ പ്രൈവസിക്ക് വേണ്ടി നമ്മൾ കർട്ടൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഒരു ബെഡ്റൂം ആക്സസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂമിന് തൊട്ട് മുകളിലുള്ള റൂമാണിത്. നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടത്തെയും നമ്മൾ ഷട്ടറൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ആൻഡ് സെയിം ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഈ ഒരു ലിവിങ് സ്പേസിൽ നമ്മൾ അധികം ഫർണിഷിങ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കാരണം മൈക്രോ ഫാമിലിയാണ്. ഈ സ്ഥലമൊന്നും എപ്പോഴും അക്കോമഡേറ്റഡ് ആയിരിക്കില്ല എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ അധികം ഫർണിഷിങ് ചെയ്യുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് ഒരു സോഫ ആൻഡ് ഒരു ടീ ടേബിളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നേരെ ഒന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് താഴത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളൊരു കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ലൈറ്റൊക്കെ ഇവിടെ വീണ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു എൻ്റയർ ഈ ഒരു ഓപ്പണിങ്ങും അതുപോലെ നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓപ്പണിങ്ങും ആണ് നമുക്ക് മാക്സിമം നാച്ചുറൽ ലൈറ്റിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മൾ ഡബിൾ ഹൈറ്റ് സ്പേസിലേക്ക് നമുക്ക് ഓവർലുക്ക് ചെയ്യാൻ പറ്റും. ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ഉള്ള ആളുകളായിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാം. അതിൽ വേറെ പെർസ്പെക്റ്റീവിൽ കാണാം മാക്സിമം ലൈറ്റ് താഴത്തേക്ക് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ തന്നെയാണ് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള നമ്മുടെ എക്സിറ്റ് ഡോർ വരുന്നത്. ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബാൽക്കണി സ്പേസിലേക്കുള്ള എൻട്രി കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു നേരെ സ്റ്റെയർ വന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റൂം, ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഡോറുണ്ട്. ഇത് നമ്മുടെ ഒരു എന്താ പറയുക ബാൽക്കണി സ്പേസിലേക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു മെയിൻ സ്പേസ് ആണത്. നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ഗസ്റ്റ് റൂം കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഗസ്റ്റ് ബെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ ഗ്ലാസ് ആൻഡ് വുഡായിട്ടുള്ള ഡോർ ആയതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് നമ്മൾ ഈ കേർട്ടൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആയിരിക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവസി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ബെഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ബെഡ് തന്നെയാണ്. നമ്മളൊരു ക്യൂൻ സൈസ് ബെഡാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ഹെഡ് ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അപ്പോൾസ്ട്രി കുഷനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡ് PVC ബോർഡ്, അതുപോലെ തന്നെ ലാമിനേഷൻ എന്നുള്ള രീതിയിലാണ് ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാർഡ്രോബ് ഇരിക്കുന്നുണ്ട്. വാർഡ്രോബിനും ഞാൻ ആ പറഞ്ഞ സിമിലർ ഫിനിഷിംഗ് തന്നെ വരുന്നത്. നമ്മൾ ബെഡ്റൂംസിൽ മാത്രം നമ്മൾ ഫ്ലോറിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാറ്റേൺ ഉള്ള ടൈൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രസ്സിംഗ് ഒരു മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് ആ സൈഡിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ കൂടെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഒരു മിനിമലായിട്ടുള്ള എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്ന രീതിയിലുള്ള ഒരു ഫർണിഷിംഗ് ആണ് നമ്മൾ ഈ എൻ്റയർ റൂംസിലെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ റൂമിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു ബാൽക്കണി സ്പേസിലേക്ക് നമുക്കൊരു വ്യൂ ഒരു ആക്സസ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു കർട്ടൻ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സ്ലൈഡിംഗ് വിൻഡോ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് എല്ലാ സ്ലൈഡേഴ്സും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാൽക്കണി സ്പേസിലേക്കുള്ള ഡയറക്റ്റ് ആക്സസും. അപ്പോൾ ഈ ഒരു ബാൽക്കണി സ്പേസ് ഏത് രീതിയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നുള്ളത് ഞാൻ ആ ഒരു സ്പേസിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ഇനി ഈ റൂമിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസ് കൂടെ, ഈ റൂമിൻ്റെ തന്നെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. നമ്മൾ നേരെ നമ്മുടെ എൻഡിലേക്ക് ഓവർലുക്ക് ചെയ്യുന്ന രീതിയിലാണ് ആ സ്പേസ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡ് ആൻഡ് ഗ്ലാസ്സിൽ ടീക്ക് വുഡ് ആൻഡ് ഗ്ലാസ്സിൽ നമ്മൾ ഈ എൻ്റയർ ഡോർ കം വിൻഡോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിൽ ഈ രണ്ട് ഡോർസ് ഓപ്പൺ ചെയ്യാം. നമുക്ക് വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവിടെ ഈ സൈഡിൽ നിന്നാണ് കാറ്റ് കിട്ടുന്നത്. നമ്മൾ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റയർ നമ്മുടെ ആ ഒരു വ്യൂ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ അതിനെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഹാൻഡ് റെയിൽസും ഒക്കെ ചെയ്തിട്ടുള്ളത്. GI ട്യൂബ്സും അതുപോലെ തന്നെ MS റോഡൊക്കെ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫ്ലോറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബെഡ്റൂമിൻ്റെ സെയിം കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു
ഫ്ലോറൽ പാറ്റേണിലുള്ള വുഡൻ ഷെയ്ഡിലുള്ള വിട്രിഫൈഡ് ടൈൽസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എലിവേഷന് മാച്ച് ചെയ്യുന്ന ലാറ്ററൈറ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ബാൽക്കണി സ്പേസിലേക്കുള്ള എൻട്രി നമുക്ക് ഈ ഒരു വുഡൻ ഡോറ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഇത്തരത്തിലുള്ള കുറച്ച് വുഡൻ സ്റ്റേഴ്സ് വെച്ചിട്ടാണ്, ഒരു ലാഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പേസിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഇതൊരു ഫുള്ളി സെമി ഓപ്പൺ ആയിട്ടുള്ള റൂഫ് കവറൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ്. അപ്പോൾ ഈ ഒരു സ്പേസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ക്ലയൻറ്റിൻ്റെ മോള് കളരി പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഡാൻസോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോർ നമ്മൾ വിട്രിഫൈഡ് ടൈലിനെയും ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പോസ്ഡ് ആയിട്ട് ആ ലാറ്ററൈറ്റ് ഒക്കെ ഇങ്ങനെ അകത്തു കൂടെയൊക്കെ കയറി വരുന്നുണ്ട്. ആ ഒരു ലൈനിങ് ഒക്കെ പോകുന്നത് കാണാം. അപ്പോൾ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളിവിടെ ഡ്രസ് വർക്കിലാണ് ഇതിൻ്റെ റൂഫൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് ടൈൽ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഫ്ലാറ്റ് ടൈൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സ്പേസിന് ആഡ് ഓൺ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ജാലീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ഈ വെസ്റ്റ് സൈഡിൽ നിന്ന് നല്ല കാറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഭംഗിയായിട്ട് ഇവിടെ അത് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ചെടികളൊക്കെ കാറ്റടിച്ച് ആടുന്നത് കാണാം. നല്ല വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ രാത്രിയിലേക്ക് വരുമ്പോഴേക്കും നമ്മളിവിടുത്തെ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റും ഈ ഹാങ്ങിങ് ലൈറ്റും എല്ലാം കൂടെ നമുക്കൊരു വേറെ ആംബിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നമ്മുടെ ഗസ്റ്റ് ബെഡിൽ നിന്നുള്ള ഇത്തരത്തിലൊരു സ്ലൈഡിങ് വിൻഡോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രൊജക്റ്റും നമ്മൾ ഇത്തരത്തിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകൾ നമ്മളെ ക്ലയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ക്ലയൻസിനൊന്നും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമ്മുടെ സെന്തിൽ, അതുപോലെ തന്നെ കനകലത, അതുപോലെ തന്നെ കൃഷ്ണ. അപ്പോൾ വീട് ഓൾമോസ്റ്റ് നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ஸோ எங்கനെയാണ് இதுக்கு மேலே செந்திலே சொல்லலாம். ஹலோ, நான் செந்தில் பேசுகிறேன். ஸோ ஃபஸ்ட்டு ஷினோபோட வீடியோஸ் நாங்கள் நிறையா யூடியூப்பில் பார்த்துருக்கோம், ஃபாலோ பண்ணியிருக்கோம் ஆக்சுவலி. ஸோ அதனால் வந்துட்டு எங்களுக்கு நிறைய ஐடியாஸ் அவர் மூலமாக கிடச்சிது. ப்ளஸ் எங்களுக்கும் ஐடியாஸ் இருந்துச்சு. ஸோ லதாக்கு வந்து லேட்ரைட் ஸ்டோன் மூலமாக பண்ணணும் அப்படிங்கிறது தான் வந்து விஷ். ஸோ அப்பார்ட் ஃப்ரம் தட் வி ஹேட் மெனி விஷ் லிஸ்ட். ஸோ இது எல்லாமே வந்து ஷினோப் கிட்ட போய் டிஸ்கஸ் பண்ணோம். பிக் லிஸ்ட் இருந்தது. ஸோ ஒரு பெரிய விஷ் லிஸ்ட்டே இருந்துச்சுன்னு சொல்லலாம். ஆக்சுவலி எல்லா விஷ் லிஸ்ட்டுமே ஃபுல்லாக ஃபுல்ஃபில் பண்ணுற மாதிரி அவர் ஆர்கிடெக்ட் பண்ணி கொடுத்தாரு. ஆக்சுவலி எங்களுக்கு ரொம்ப சாட்டிஸ்ஃபைடாக இருந்துச்சு டிசைன் பண்ணும்போது. பட் ஸ்டில் ஹி வாஸ் ஸ்டில் ஃபைன் டியூனிங். ஸோ ஃபைன் டியூன் பண்ணிகிட்டே இருந்தார். எங்களுக்கு இன்னுமே ஃபுல்லி சாட்டிஸ்ஃபைட். ஸோ அப்புறமா ஜஃபான் டீம், ஸோ ஸ்பெஷல் தேங்க்ஸ் டு ஜஃபான் டீம் கண்டிப்பாக சொல்லி ஆகணும். ஏன்னா ஃப்ரம் த டே 1 டில் நவ் அவரோட அந்த லெவல் என்ன அப்படின்னா சப்போர்ட் பார்த்தீங்கன்னா மேசிவ் சப்போர்ட் ஆக்சுவலி. ஏன்னா ஒரு ஃபஸ்ட்டு ப்ராஜெக்ட் பெங்களூர் எடுத்து பண்ணணும், லாட் ஆஃப் சேலஞ்சஸ் இருக்கும். கிளைண்ட்டுக்கு ஒரு சின்ன ப்ரெஷர் கூட இல்லாமல் எப்படி பண்ணணும் அப்படிங்கிறத வந்து ஃபுல்லாக ஹேண்டில் பண்ணிட்டார் அவர். எங்களுக்கு வந்து சைட்டில் போய் ஏதாவது மானிட்டர் பண்ணணும் அப்படிங்கிற ஒரு ப்ரெஷரே கம்ப்ளீட்டாக இல்லை, டோட்டலாக இல்லை. ஆக்சுவலி எல்லாமே இன்ஃபேக்ட் சொல்லப்போனால் நான் ஜஃபானை கால் பண்ணதை விட ஜஃபான் கால் பண்ணி அப்டேட் பண்ணது தான் ஜாஸ்தி. ஏன்னா ஃபஸ்ட்டே எங்களுக்கு அப்டேட் வந்துடும், இன்றைக்கி இதுதான் சைட்டில் நடக்குது. ஸோ ஸ்டார்ட் டு எண்ட் என்ன நடக்கும், இன்றைக்கி இது கம்ப்ளீட் பண்ணுவாங்க, எப்போ யார் வருவாங்க, எல்லாமே அப் டு டேட் நமக்கு வந்து டே டு டே நமக்கு கிடச்சிட்டே இருக்கும். ஸோ அது வந்து ட்ரமெண்டஸ் சப்போர்ட் ஆக்சுவலி, லாட் ஆஃப் சப்போர்ட் ஆக்சுவலி. தேங்க்யூ ஸோ மச். ஏன்னா இந்த மாதிரி ஒரு ப்ராஜெக்ட், ஃபஸ்ட் ப்ராஜெக்ட், இவ்வளோ ஒரு டஃப் சுச்சுவேஷன், அங்கேருந்து கேரளாவிலேருந்து மெட்டீரியல்ஸ் வரணும், ஒர்க்கர்ஸ் வரணும், 2 பேரும் கோஆர்டினேட் பண்ணணும். இஸ் ஆல்ரெடி ஹேண்ட்லிங் மல்டிபிள் ப்ராஜெக்ட்ஸ். எப்படி இதை கோஆர்டினேட் பண்ணி டைமில் முடிக்கணும் அப்படிங்கிறது இட்ஸ் நாட் ஈஸி. But he handled it very well without giving a single pressure to client. And very much thankful to Zafan and team. So same time, thank you for the opportunity also. കാരണം ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സെയിം ടൈം നമ്മൾ ഡിസൈനിങ് ആൻഡ് ഡിസ്കഷൻ ക്ലയൻറ്റ് ആൻഡ് ആർക്കിടെക്ട് നമ്മൾ നടക്കുന്നുണ്ട്. ആൻഡ് ഒരു കൺസ്ട്രക്ഷൻ കോർഡിനേഷൻ അഗെയിൻ ക്ലയൻറ്റ് ആൻഡ് ബിൽഡർ, ആർക്കിടെക്ട് ആൻഡ് ബിൽഡർ, ഈ രീതിയിൽ കോർഡിനേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ, അതായത് ബിൽഡറെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെക്ട്സിനും പ്രഷർ തരുന്നത് എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഡിവേറ്റ് ആയി പോകും. അപ്പോൾ ആ ഒരു ഫോമാറ്റിൽ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആസ് എ ക്ലയൻറ്റ് വിത്ത് സെന്തിൽ, ലത ആൻഡ് കൃഷ്ണ മോഡലും വെച്ചിട്ട് അവർ റിക്വയർമെൻറ്റ്സ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വർക്കിംഗ് വിത്ത് സഫാൻ ഓൾസോ. കാരണം ഈ രൂപത്തിൽ ഞാൻ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രൂപത്തിൽ നമ്മൾ ചെയ്തെടുക്കുക ആക്ച്വലി ടെൻഡർ കോക്കനട്ട് ടീം. അപ്പോൾ അതേതായാലും ഭംഗിയായിട്ട് നമുക്ക് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ചെറിയ ഇഷ്യൂസ്, അത് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അധികം ഇനി വലിച്ചു നീട്ടുന്നില്ല. വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും പ്രേയേഴ്സും നമുക്ക് വേണം. ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അനുഗ്രഹം കൂടെ വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. അത് ലക്കിലി നമുക്ക് എല്ലാവർക്കും നന്നായിട്ടുള്ളതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഭംഗിയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനിഷ്ഡായിട്ടുള്ള അടുത്ത വീഡിയോസ് കാണുന്നവരേക്കും ബൈ.